Hello and welcome back to the 5th chapter of Ladakh series. മുമ്പത്തെ ചാപ്റ്റേഴ്സ് കാണാത്തവർ അത് കണ്ടിട്ട് വന്നാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇന്നത്തെ നമ്മുടെ ട്രാവൽ നൂബ്ര വാലിയിലേക്കാണ്. നൂബ്ര വാലിയിലേക്ക് പോകുന്ന റൂട്ട് ഖർദുങ്ല വഴിയാണ്. ഖർദുങ്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടറബിൾ പാസ് ആയിരുന്നു. ഇപ്പോൾ ഉംലിംഗ്ല വന്നതിന് ശേഷം അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെയുള്ള ചാപ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഈ പോകുന്ന റൂട്ടെല്ലാം ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള പ്ലേസസ് ആണ്. ഓരോ റൂട്ടും ഓരോ രീതിയിൽ നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ലഡാക്ക് റീജിയനിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള മിലിറ്ററി കോൺവോയ്സ്. പാകിസ്ഥാനുമായിട്ടും ചൈനയായിട്ടൊക്കെ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് മിലിറ്ററി ആക്ടിവിറ്റീസ് ഇവിടെ വളരെ കൂടുതലാണ്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് സ്നോ ക്യാപ്ഡോട്ടുള്ള മൗണ്ടൻസ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി ഈ സമയത്ത് ഇതൊട്ടും പ്രതീക്ഷിക്കുന്നതല്ല, ബിക്കോസ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന വിൻ്റർ കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഖർദുങ്ലയിലേക്ക് തിരിച്ചു വരാം. ഖർദുങ്ല എന്ന് പറയുന്നത് ഷയോക്ക് റിവർ വാലിയും ഇൻഡസ് റിവർ വാലിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മൗണ്ടൻ പാസ്സാണ്. ഓൾസോ ഇത് നൂബ്ര വാലിയിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അറ്റ് ലാസ്റ്റ് വി ഹാവ് റീച്ച് ഖർദുങ്ല. നേരത്തെ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടറബിൾ പാസിലെത്തി എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതല്ല ഹയസ്റ്റ് മോട്ടറബിൾ പാസ്. 17,982 feet above sea level. അവിടെയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ബ്രോ ഫോർ മേക്കിംഗ് ദിസ് പോസിബിൾ. ഇത്രയും ഹൈ ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ റോഡ് ഉണ്ടാക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും ലെറ്റ്സ് ഡു വാട്ട് വി ആർ ഹിയർ ഫോർ, ആക്ച്വലി മേക്ക് മെമ്മറീസ്. സോ ഖർദുങ്ലയിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഇപ്പോൾ നൂബ്രയിലേക്ക് പോവുകയാണ്. ഇവിടെ ബൈക്ക് ട്രിപ്പും മറ്റും വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖർദുങ്ല പോലെയുള്ള മൗണ്ടൻ പാസസിൽ മാക്സിമം നമ്മൾ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യുക. ബിക്കോസ് ആ ഓക്സിജൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം അധിക സമയം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ കീപ് മൂവിങ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്സിലൂടെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം നൂബ്ര വാലി. നൂബ്ര വാലിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഡൂംറ വാലി. ഡൂംറ എന്ന് പറയുന്ന ഒരു ടിബറ്റൻ വേർഡാണ്, വിച്ച് മീൻസ് വാലി ഓഫ് ഫ്ലവേഴ്സ്. നൂബ്ര വാലി സെഞ്ച്വറീസ് ഓൾഡ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിനും അവിടുത്തെ സൾഫർ ഹോട്ട് സ്പ്രിങ്സിനും അതുപോലെ തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സാൻഡ് ഡ്യൂൺസിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നൂബ്രയിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസ് ഹുണ്ടറിലാണ്. ഹുണ്ടറിലെ സാൻഡ് ഡ്യൂൺ, വേണമെങ്കിൽ നമുക്ക് അതിനെ കോൾഡ് ഡെസേർട്ട് എന്ന് വിശേഷിപ്പിക്കാം. ഇത് ആക്ച്വലി ഒരു മരുഭൂമിയാണ്, പക്ഷേ ഒരു കോൾഡ് ആയിട്ടുള്ള മരുഭൂമിയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ പ്രസൻസും മറ്റും ഉണ്ട്, പക്ഷേ ആക്ച്വലി ഒരു യഥാർത്ഥ മരുഭൂമി പോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സാൻഡ് ഡ്യൂൺസുമായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്പോട്ടാണ്. ഈ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസിൽ ഒന്നാണ്. ഇവിടുത്തെ ഹില്ലിലുള്ള പാറയ്ക്കും മണ്ണിനൊന്നും വലിയ ഉറപ്പില്ല. എവിടെയെങ്കിലും ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്നും പാറകളും മറ്റും താഴെ റോഡിലേക്ക് പതിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്ന അമൻ ബ്രോ, അതായത് അമൻ സിംഗ് ഗുലാട്ടി, പുള്ളിയുടെ ഒരു കയ്യിൽ ഫ്രാക്ചർ ഉണ്ട്. ആ ഫ്രാക്ചർ വരാനുള്ള റീസൺ ഇതേപോലെ ഒരു സമയത്ത് മേളിൽ നിന്ന് പാറ വന്ന് നേരെ പുള്ളിയുടെ ബൈക്ക് ഓടിച്ചിരുന്ന സമയത്ത് കയ്യിൽ വന്ന് പതിച്ചിട്ടാണ് ഈ കയ്യിൽ ഫ്രാക്ചർ വന്നത്. സോ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റിസ്ക് എടുക്കണം എന്നാണല്ലോ. കേൾക്കുമ്പോൾ ഒരു ഭീകരതയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഈ റോഡ് വഴി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡേഞ്ചറിനെ പറ്റിയൊന്നും നമ്മുടെ മൈൻഡിൽ ഒന്നും തന്നെ വരത്തില്ല. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാത്താണിത്. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് എവറി സെക്കൻഡ് ഓഫ് ദിസ് ജേർണി. ഈ നൂബ്ര വാലി കഴിഞ്ഞിട്ടാണ് സിയാച്ചിൻ ഗ്ലേഷ്യേഴ്സ് ഒക്കെ വരുന്നത് കേട്ടോ. നോൺ പോളാർ റീജിയൻസിലെ ലോകത്തിലെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് ഗ്ലേഷ്യറാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. 76 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ നീളം. ഹിമാലയൻ മൗണ്ടൻസിലെ കാരക്കോറം റേഞ്ചിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ വരുന്നത്. നമ്മുടെ ഈ നൂബ്ര വാലി പാസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുമ്പിലൊരു പച്ചപ്പും ഹരിതാപയൊക്കെ കാണുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ നൂബ്ര വാലിയോട് അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൈനാണിത്. നൂബ്ര വാലി കുറച്ചുകൂടെ പച്ചപ്പൊക്കെ നിറഞ്ഞൊരു ഏരിയയാണ്. ഈ മുമ്പിൽ പോകുന്ന രണ്ടുപേര് അങ്കിതയും രാജ്പാൽ രമണുമാണ്.
ഒരാൾ ചണ്ഡീഗഡിൽ നിന്നും ഒരാൾ പൂനെയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഈ ട്രിപ്പിൽ ഇന്ത്യയുടെ സൗത്ത് മുതൽ നോർത്ത് വരെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെയുള്ള ട്രിപ്സിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. സാൻഡ് ഡ്യൂൺസിൻ്റെ ചെറിയ ചെറിയ സാമ്പിൾസ് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു റിവറിൻ്റെ സൈഡ് വഴിയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ടേണിങ്സിൽ മണ്ണിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ പുഴയ്ക്കകത്തായിട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രളയ സമയത്ത് ഈ റിവറെല്ലാം ഫില്ലായിട്ട് ഈ റോഡെല്ലാം നശിച്ചു പോയതായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേലി കെട്ടി തിരിച്ചിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ നുബ്രയിലേക്ക് പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് സൈഡിലും ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സും മറ്റും കാണാൻ സാധിക്കും. അവരുടെ തന്നെ ATV റൈഡ്സും മറ്റും അവൈലബിൾ ആണ്. നോമിനലായിട്ടൊരു കോസ്റ്റിൽ വേണമെങ്കിൽ നമുക്കിവിടെ ATV റൈഡ്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, ATV എന്ന് പറഞ്ഞാൽ ഓൾ ടെറൈൻ വെഹിക്കിൾസ് ആണ്. നമ്മൾ ഈ ബഗ്ഗി പോലെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്. എൻ്റെ കൂടെ വന്ന ചിലരൊക്കെ ATV റൈഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്തില്ല. ഒരു സ്ട്രെയിറ്റ് സ്റ്റച്ച് റോഡായതുകൊണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു. വണ്ടി ഓടിക്കുന്ന പുള്ളിയാണ് സുദർശൻ ബ്രോ. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞങ്ങളുടെ സിനിമാറ്റിക് ടീമിൻ്റെ പാർട്ടായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും തെന്നി വീഴാവുന്നുള്ള റോഡിലൂടെ പോകുമ്പോൾ ഒരു കൈ സഹായത്തിനായിട്ട് പോകുന്ന കണക്കുള്ള ടീമും ഉണ്ടാവാറുണ്ട്. ചില കിളിപോയ ഡ്രൈവേഴ്സാണ്. അവർക്ക് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവരുടെ നെഞ്ചിക്കൂടെ തന്നെ പോകണമെന്നുള്ള അവരുടെ ഒരു ത്വരയുണ്ടല്ലോ, അത് നമുക്ക് അഭിനന്ദിച്ചേ പറ്റും. കാറിലുള്ള യാത്ര കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ, ഞാൻ ഇതേ റൂട്ടിൽ കാറിലും ബൈക്കിലും സഞ്ചരിച്ചായിരുന്നു. പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യണം. അങ്ങനെ നമ്മൾ ന്യൂബ്ര റീജിയൻ എത്തിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിലേക്കാണ്. റിസോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. ആപ്പിൾ കോട്ടേജസ് എന്നാണ് ഈ ഒരു റിസോർട്ട് ഏരിയയുടെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞ ഡൂമ്ര എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് ഇതാണ്, വാലി ഓഫ് ഫ്ലവേഴ്സ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ട് ഏരിയ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ക്യാമ്പ്സ് എന്ന് പറയുന്നത് ലക്ഷറി ടെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിൽ ബാത്റൂം ഉൾപ്പെടെ വരുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. നമ്മൾ നേരത്തെ ജിസ്പയിൽ കണ്ട അതേപോലൊരു സെറ്റപ്പ്. ഇവിടെ നമുക്ക് നടക്കാനായിട്ട് ഒരുപാട് ഏരിയ അവൈലബിൾ ആണ്. ഫുൾ പച്ചപ്പാണ്. മൊത്തം മരങ്ങളുടെ ഇടയിലാണ് ഇവരിത് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ ആയിട്ട് ചെയറും മറ്റും ഇട്ടിട്ടുണ്ട്. ഈ ടെൻ്റ് ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം ഒരു ടിബറ്റൻ സ്റ്റൈലിലാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. സ്തൂബാസ് ഉൾപ്പെടെ പലതും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻസ് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെൻസും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റിസോർട്ട് ഏരിയയ്ക്ക് അകത്ത് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമ്മാ നടന്നാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഗുഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇതിവിടുത്തെ ടിബറ്റൻ സ്റ്റൈൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഒരു ഉഗ്രൻ മലയുടെ ഫ്രണ്ടിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ന്യൂബ്രയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സാൻഡ് ഡ്യൂൺസ്, അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് എന്ന് നമുക്ക് വിളിക്കാം. ഇത് ഹുണ്ടറിലാണുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു പ്രോപ്പർ മരുഭൂമി പോലെ തോന്നുമെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ വെള്ളം അവൈലബിൾ ആണ്, ചുറ്റും മലകളാണ്. പക്ഷെ നടുക്കുള്ള ഏരിയയിൽ മരുഭൂമി പോലെ സാൻഡ് ഡ്യൂൺസ് നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഹുണ്ടർ ഏരിയയുടെ ഒരു പനോരമിക് വ്യൂ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ നമുക്ക് വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഹുണ്ടറിൽ തന്നെ മറ്റൊരു വലിയ സ്പെഷ്യാലിറ്റിയാണ് ബാക്ട്രിയൻ ക്യാമൽസ് അഥവാ double-humped camels. ഇതിന് ഫർ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ 2 ഹംസാണ് അതിൻ്റെ ദേഹത്ത് വരുന്നത്. പണ്ട് സിൽക്ക് റൂട്ട് വഴി ട്രേഡ് ഉണ്ടായിരുന്ന സമയത്ത് ചൈനയിൽ നിന്നും മറ്റും കൊണ്ടുവന്നതാണ് ഈ ക്യാമൽസിനെ ഇവിടെ. ഇത് ആക്ച്വലി മംഗോളിയൻ ക്യാമൽസ് ആണ്. സിൽക്ക് റൂട്ട് വഴിയുള്ള ട്രേഡൊക്കെ പിന്നെ നിന്ന് പോയെങ്കിലും ഈ ക്യാമൽസിൽ കുറേ ഇവിടെ സ്റ്റേ ബാക്കായി. അങ്ങനെ അത് പെറ്റുപെരുകയാണ് ഇപ്പോൾ ഇത്രയും ക്യാമൽസ് ഇവിടെ ബാക്കിയുള്ളത്. ഇപ്പോൾ കൂടുതലും ഈ ക്യാമൽസിനെ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്യാമൽ റൈഡും മറ്റും അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്.
ഈ ക്യാമൽസും ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആവുകയും ഇവിടുത്തെ പല ഫാമിലീസിൽ ഇപ്പോൾ ഒരു മെയിൻ വരുമാനമായിട്ട് ഇതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പോപ്പുലേഷൻ ഇവിടെ സ്റ്റഡിലി ഇൻക്രീസ് ആവുന്നുണ്ട്. ഇന്ത്യയിലെ ഏത് ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളിലൊന്ന് ഇവിടെയും അവൈലബിൾ ആണ്, ആർച്ചറി. ഏതായാലും നമ്മുടെ വില്ലാളി വീരനായ അജയ് ഭായ് ആർച്ചറി ട്രൈ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അടുത്ത ഒരു ചാപ്റ്ററായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും, ചാപ്റ്റർ 6. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ തുർത്തുക് എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ പറ്റിയോ ഈ സ്ഥലത്തിനെ പറ്റിയോ എന്തെങ്കിലും അറിയാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്ലീസ് ഷെയർ ചെയ്യുക. നമ്മൾ മറ്റൊരാളിനെ അഭിസംബോധന ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹായ്, ബായ് തുടങ്ങിയ വാക്കുകൾക്കെല്ലാം ലഡാക്കി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഒറ്റ വാക്കാണ് ജൂലേ. So see you soon with another video. Until then, Jule.